Okay. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ടെക്നിക്സ് അല്ലേ, ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് ക്വാളിറ്റി കൺട്രോളിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ ടൈപ്സ് ഓഫ് ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ടൈപ്സ് ഓർ ടെക്നിക്സ്, ടൈപ്സ് ഓഫ് ടെക്നിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്താണ് പലരും ജോയിൻ ചെയ്യാൻ നല്ല താമസമുണ്ടല്ലോ. ട്രെൻഡ്സ് എടുക്കുമ്പോഴത്തേക്ക് വരാൻ വിചാരിച്ചൊക്കെ വന്നു. 15 ആൾ ഇനിയും ജോയിൻ ചെയ്യണം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്നുള്ള ഒരു ടോപ്പിക്കാണ്. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റിക്ക് കോസ്റ്റ് ഉണ്ടാവും? ഉണ്ടാവോ? ക്വാളിറ്റിക്ക് കോസ്റ്റ് ഉണ്ടാവോ? പറയൂ. ഉണ്ടാവും അല്ലേ? എന്തായിരിക്കും ക്വാളിറ്റിയുടെ കോസ്റ്റ് പറയുന്നത്? നമ്മൾ സാധാരണ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ, ക്വാളിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിനൊരു കോസ്റ്റ് ഉണ്ട്. ക്വാളിറ്റീന്റെ കോസ്റ്റ് ആണ്. ആ അതെ. പിന്നെയോ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അവിടെ കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ. പിന്നെ എന്തിനാ ക്വാളിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയാം? പ്രോപ്പർ ക്വാളിറ്റി ആണോ എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഇൻസ്പെക്ഷൻ ചെയ്യണം അല്ലേ. പ്രോസസ്സിങ് പ്രൊഡക്ഷൻ നടത്തുന്നിടക്ക് നമ്മളത് ക്വാളിറ്റിയിലാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിനൊരു കോസ്റ്റ് വരും. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടോ പ്രൊഡക്ഷനിൽ ഉണ്ടോ എന്നുള്ള. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോക്കിന്റെ ബ്രേക്കബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇടക്കിടക്ക് ഓരോ പീസ് എടുത്തിട്ട് നോക്കേണ്ടി വരും. അപ്പൊ അവിടെ ഒരു കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ, ഇൻസ്പെക്ഷൻ കോസ്റ്റിങ് വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിൽ ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടില്ലെങ്കിലോ അപ്പോഴും അവിടെ കോസ്റ്റ് വരുന്നുണ്ട്. എന്തായിരിക്കും? കസ്റ്റമേഴ്സ് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരിക്കും കൂടുതലായിട്ട്. അവർക്കത് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് റിപ്പയർ ചെയ്യുക ചെയ്യേണ്ടി വരും. സോ അത് എന്ത് തന്നെയാണ്? കോസ്റ്റ് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്നുള്ളതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ. Poor quality creates dissatisfied customers and eventually lead to loss of business. ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ആണെങ്കിൽ കസ്റ്റമേഴ്സ് വിൽ ബി ലോസ്ഡ് ഇവൻച്വലി. സോ however, quality has many other costs which can be divided into two categories. So quality costs are mainly dividing into two categories. The first category consists of cost of necessary for achieving high quality, which are called quality control cost. So we can divide this cost of quality into two categories. First category consists of cost of necessary for achieving high quality. For achieving high quality, we have to purchase high quality raw materials. We have to recruit high skilled employees, etc. So consists of cost necessary for achieving high quality, which are called quality control cost. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിന് രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിക്കുകയാണ്. ഫസ്റ്റ് പറയുന്നത് ആ ഹൈ ക്വാളിറ്റിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, this quality control costs are of two types: prevention cost and appraisal cost. This quality control cost is also again divided into prevention cost and appraisal cost. As I always said, prevention cost is the technique or cost incurred for preventing the reduction in the quality. For preventing the reduction in the quality, we have to incur prevention cost. If you are appointing skilled employees, we can prevent the reduction in the quality of manufacturing. Okay, if you are purchasing high quality materials, we can prevent the quality reduction.
And the next one is the appraisal cost. So appraisal cost is the evaluation cost. We have to make appraisal eventually or during the regular intervals in order to check whether the production is as per our expected quality. That is the appraisal cost. ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റിന് നമ്മൾ രണ്ട് കാറ്റഗറീസ് ആയിട്ട് പ്രിവെൻഷൻ കോസ്റ്റ് എന്നും അപ്രൈസൽ കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്തു. പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡാമേജസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ദെൻ അപ്രൈസൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, അതിൻ്റെ ആ ഒരു ഇവാലുവേഷനും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമുക്കത് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ പ്രിവെൻഷൻ. നമ്മൾ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ക്വാളിറ്റി എന്നുള്ള ഒരു കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. സ്കില്ലില്ലാത്ത ആളുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ഉദ്ദേശിച്ച ഫലം കിട്ടിക്കൊള്ളുന്നില്ല. നെക്സ്റ്റ് വൺ ഇസ് ദ അപ്രൈസൽ കോസ്റ്റ്. നമ്മൾ ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് അതിന് അപ്രൈസൽ നടത്തണം. അതിന് വരുന്നതാണ് അപ്രൈസൽ കോസ്റ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ദെൻ ദ സെക്കൻഡ് കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് കോൺസിക്വൻസ് ഓഫ് പുവർ ക്വാളിറ്റി. രണ്ടാമത്തെ കോസ്റ്റ് എന്താണ്, പുവർ ക്വാളിറ്റി വരുന്ന കോസ്റ്റ് ആണ്, വിച്ച് ആർ കോൾഡ് ക്വാളിറ്റി ഫെയിലിയർ കോസ്റ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് കാറ്റഗറി ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റും രണ്ടാമത്തത് ക്വാളിറ്റി ഫെയിലിയർ കോസ്റ്റും ആണ്. ഓക്കെ, പഠിച്ചു വെക്കണം. ക്വാളിറ്റി ഫെയിലിയർ കോസ്റ്റ് എന്തായിരിക്കും, പുവർ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് വരുന്ന ക്വാളിറ്റി. This includes external failure cost and internal failure cost. അല്ലെ, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് ഉണ്ടാവുമായിരിക്കും അതിനകത്ത്, ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് പറയുമ്പോൾ എന്താണ്, അതിൽ പ്രോപ്പർ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ചെയ്യാത്തത് കൊണ്ട് വന്നേക്കാവുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ട് എന്തായിരിക്കും, അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തുള്ളതാണ് ഇന്റേണൽ ഫെയിലിയർ. ദെൻ എക്സ്റ്റേണൽ ഫെയിലിയർ എന്തായിരിക്കും, നമ്മൾ അത് വിറ്റതിന് ശേഷം വരുന്ന കോസ്റ്റ്. വിറ്റതിന് ശേഷം അത് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടി വരികയാണ്, അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവുകയാണ്. ഡിസാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവരവിടെ അപ്രോച്ച് ചെയ്യില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആ ഡിമാൻഡ് നഷ്ടപ്പെടും. ഇതൊക്കെ ഒരു കോസ്റ്റ് ആണ്. So this is the some cost of quality നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മെയിൻലി 2 കാറ്റഗറീസ് ആണെന്ന് ഓർത്ത് വെക്കുക, ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഫെയിലിയർ കോസ്റ്റ്. കുറെ നമുക്ക് ഇതിനകത്ത് പഠിക്കാണ്ട്, കുറെ ടേംസ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു പോവുക. ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റിൽ നമ്മൾ രണ്ടെണ്ണം പറയുന്നുണ്ട്, പ്രിവെൻഷൻ ആൻഡ് അപ്രൈസൽ. ഫെയിലിയറിൽ വരുമ്പം എക്സ്റ്റേണലും ആവാം, അത് ഇന്റേണലും ആവാം. ഇനി നമ്മൾ ഓവറോൾ ആയിട്ട് ഓരോരോ കോസ്റ്റുകളായിട്ട് സ്കിപ്പ് ചെയ്ത് പഠിക്കുകയാണ്. ഫസ്റ്റ് വൺ പ്രിവെൻഷൻ കോസ്റ്റ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. പ്രിവെൻഷൻ കോസ്റ്റ്. So this is the cost of all activities incurred to prevent poor quality in products or services. ഇതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ poor quality products ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ poor quality services പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇൻക്ലൂഡ് ക്വാളിറ്റി പ്ലാനിങ് കോസ്റ്റ്. അവിടെ എന്ത് വരുന്നുണ്ട്, നമ്മൾ പ്രോപ്പറായിട്ട് ക്വാളിറ്റി പ്ലാനിങ് നടത്തണം അല്ലെ. നമ്മളിപ്പം ക്വാളിറ്റി പ്ലാനിങ് നടത്തിയാൽ മാത്രം ആദ്യം ചെയ്യേണ്ടത് അതാണ്, ക്വാളിറ്റി പ്ലാനിങ് നടത്തണം. അതിനെന്തായാലും കോസ്റ്റ് വരും. സച്ച് എസ് കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിങ് എ ക്വാളിറ്റി പ്ലാൻ അല്ലെ, ഒരു ക്വാളിറ്റി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഒക്കെ വേണം. വെറുതെ നമ്മൾ ഇരുന്നിട്ട് ആ ഒരു ഐഡിയ ഇല്ലാത്ത ആളെയും കൊണ്ട് ക്വാളിറ്റി ചെക്കിങ്ങോ അല്ലെങ്കിൽ ക്വാളിറ്റി പ്ലാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ക്വാളിറ്റി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് ഇതിന് വരുന്നതാണ്, പ്രിവെൻഷൻ കോസ്റ്റിൽ വരുന്നതാണ്. Okay, and also included the cost of product and process design, from collecting customers' information to designing process that achieve conformation to specifications. അല്ലേ, നമ്മൾ പറയാം, നമ്മളെ ഒരു മൊബൈൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. ഇന്ന ഫീച്ചേഴ്സ് ഒക്കെയാണ് അതിനകത്ത് വേണ്ടത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ഇന്ന ഫീച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കൊള്ളായിരുന്നു എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. അപ്പം കസ്റ്റമേഴ്സിന് എന്തെല്ലാം എക്സ്പെക്ടേഷൻസ് ആണ് ഉള്ളത് എന്നുള്ള അതിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനും, അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഡിസൈൻ ചെയ്യാനും വേണ്ടി വരുന്ന കോസ്റ്റ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ് പ്രിവെൻഷൻ കോസ്റ്റ്.
അല്ലെ? ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആവും. അപ്പം അങ്ങനെയുള്ള കോസ്റ്റുകളും നമ്മൾ ഇതിൽ വരും, പ്രിവെൻഷൻ കോസ്റ്റിൽ വരും. അപ്പം എത്രത്തോളം ആളുകളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു എന്താണ് സങ്കല്പങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനൊക്കെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും അല്ലെ? അതായത് കസ്റ്റമേഴ്സിന്റെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വരുന്ന ഒരു കോസ്റ്റും കൂടെയാണ് പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ദ കോസ്റ്റ് ആൾ ആക്ടിവിറ്റീസ് ഇൻകേർഡ് ടു പ്രിവെന്റ് poor quality in products or service. അല്ലെ? നമ്മൾ poor quality products പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ poor quality സർവീസസ് റെൻഡർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്നതാണ് പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നല്ലൊരു ക്വാളിറ്റി പ്ലാനിങ് പ്രിപ്പയർ ചെയ്യാം അല്ലേ? ദ കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദി ക്വാളിറ്റി പ്ലാനിങ് ആണ്. അപ്പം നമ്മളൊരു ക്വാളിറ്റി പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ് നമുക്ക് പ്രിവെൻഷൻ കോസ്റ്റിൽ വരാം. ആ ക്വാളിറ്റി പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് പ്രിവെൻഷൻ കോസ്റ്റിൽ വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദി പിന്നെ എന്താണ്, കസ്റ്റമേഴ്സിന്റെ ഐഡിയക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴെന്തായിരിക്കും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും, അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ള ചാൻസ് കുറവായിരിക്കും അല്ലേ? നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിനകത്ത് കയറുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് അതിന്റെ പുറത്ത് നല്ല അതിന്റെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ടാണ് കയറിയത്, അല്ലെങ്കിൽ അതിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴെന്താണ്, ഫുഡ് ഒട്ടും തന്നെ നല്ലല്ലാത്ത അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? അപ്പം അവിടെ എന്തുകൂടെ നോക്കണം, എന്തായിരിക്കോ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ടേസ്റ്റ്, അതിനനുസരിച്ച് അത് ആദ്യം നേരത്തെ കൂട്ടിയിട്ട് തന്നെ അറിയണം, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ പ്രിവെൻഷൻ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് അപ്രൈസൽ കോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ ഒരു ഇതിലേക്ക് നോക്കുക. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞത് കോസ്റ്റ് ഓഫ് ക്വാളിറ്റിയിൽ ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ? അതിനകത്ത് വരുന്നതാണ് പ്രിവെൻഷൻ കോസ്റ്റും അപ്രൈസൽ കോസ്റ്റും. അപ്പൊ ഇത് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. കോസ്റ്റുകൾ നമ്മൾ പറയുമ്പോൾ ഒന്നിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്തായിരിക്കും അപ്രൈസൽ കോസ്റ്റ്? ഞാൻ പറഞ്ഞു അല്ലെ, അപ്രൈസൽ കോസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അതിന്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ മെഷറിങ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു കൺസേണിൽ ഇങ്ങനെ 365 ദിവസം പ്രൊഡക്ഷൻ മാത്രം നടന്നാൽ പോരാ. എന്താണ്, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക വിൽക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക വിൽക്കുക, അത് മാത്രമല്ല, അതിന്റെ പ്രോപ്പർ ക്വാളിറ്റിയിലാണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം അല്ലെ? നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ഡിഷൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യില്ലേ? അതിലെല്ലാം ഉദ്ദേശിച്ച പോലെ ഉണ്ടോ, അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റ് സോൾട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാ സ്പൈസസും നമ്മൾ ഉദ്ദേശിച്ചൊരു സ്റ്റാൻഡേർഡിലുണ്ടോ അല്ലേ? ചെക്ക് ചെയ്യാറില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കണ്ടല്ലോ. ഉണ്ട് അല്ലെ? അപ്പൊ അതെന്താ നമ്മൾ ചെയ്യുന്നത്? ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അയ്യേ കൊളായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അയ്യോ പിന്നെ ഷുഗർ കുറച്ചും കൂടെ വേണമായിരുന്നു, അല്ലെങ്കിൽ എരിവ് കുറച്ചുകൂടെ വേണമായിരുന്നു, അല്ലെങ്കിൽ സ്പൈസ് ഒന്നുകൂടെ വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് അത് ചെക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു ഉദ്ദേശിച്ച ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ അതന്നെയാണ് ശരിക്കും ഇവിടെ ഈ അപ്രൈസൽ കോസ്റ്റും വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് നേരത്തെ പറയാല്ലേ, എന്താണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ പിന്നെ അവരുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രിവെന്റീവ് കോസ്റ്റ്. ഇനി അപ്രൈസൽ കോസ്റ്റ് തന്നെയാണ്. ദീസ് ആർ ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മെഷറിംഗ്, ഇവാലുവേറ്റിംഗ് ഓർ ഓഡിറ്റിംഗ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ടു അഷ്യൂർ കൺഫോമൻസ് ടു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് പെർഫോമൻസ് റിക്വയർഡ്. ഓക്കെ, നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് മെഷർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്താണ്, നമ്മൾ ഏതൊരു മാനുഫാക്ചറിങ് ആണ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചോക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് അതിന്റെ ബ്രേക്കബിലിറ്റി ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ബൾബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് യൂസ് ചെയ്ത് നോക്കുക, എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ള, നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അത് ഏതിനും പറ്റൂട്ടോ. ഏത് മെഷീനറീസ് ഒക്കെ ആണെങ്കിൽ അത് പ്രോപ്പർ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടില്ല എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് അപ്രൈസൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ വിറ്റതിന് ശേഷമല്ല, പ്രൊഡക്ഷൻ നടക്കുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെഷറിംഗ്, ഇവാലുവേറ്റിംഗ്
or auditing products or services to assure conformance to quality standards and performance required. ഓക്കെ, അപ്പൊ നമ്മൾ അതുകൊണ്ട് നേരത്തെ അവരുടെ ഒരു പ്ലാന് മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരെ, ഇടയ്ക്കിടയ്ക്ക് അതിനൊന്നിങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. So the cost of activities designed to find quality problems such as code, inspection and any type of testing. അല്ലെ, അതായത് ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതിന് ജസ്റ്റ് ഒരു ഇൻസ്പെക്ഷനും ടെസ്റ്റിംഗ് ഒക്കെ നടത്താന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഓൺവേർഡ്സിൽ എഴുതാട്ടോ. അതൊക്കെ നമുക്ക് ആ ഒരു അപ്രൈസൽ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ എഴുതണമെന്നൊന്നുമില്ല, ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റും. ഇവിടെ ടൈറ്റിലുകൾ, ആ ഒരു ഹെഡിങ്ങുകൾ മാത്രം നമ്മൾ ശരിക്കും ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അതിന്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾസോ ഇൻക്ലൂഡ് ഇൻ ദിസ് കാറ്റഗറി ആർ കോസ്റ്റ് ഓഫ് വർക്കർ ടൈം സ്പെൻഡ് മെഷറിംഗ് ദി ക്വാളിറ്റി ആൻഡ് ദ കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് യൂസ് ഫോർ ക്വാളിറ്റി അപ്രൈസൽ. അല്ലെ, അപ്പൊ ഇവിടെ വരുന്ന കോസ്റ്റ് എന്താണ്, എന്താണ് നമുക്കിവിടെ വരുന്ന ചെലവ്, ഇടക്കിടക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നതിൽ എല്ലാ കോസ്റ്റ് എന്താണ്, അല്ലെ, ഇടക്കിടക്ക് ഇങ്ങനെ അതിന്റെ ഇൻസ്പെക്ഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കോസ്റ്റ് എന്താണ്, എന്തായിരിക്കും, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അവരതിന്റെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതൊരു കോസ്റ്റ് ആണ് അല്ലേ. ഇപ്പൊ മണിക്കൂറുകളോളം നിന്നിട്ടായിരിക്കും ചിലതൊക്കെ നോക്കണ്ടാവുക. നമുക്കറിയാലോ, ചില മെഷീനറീസിലൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ അതിന്റെ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഫലം ഇല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിനകത്തുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെഷീനറീസ് ഒക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ മെഷീനറീസ് വാങ്ങിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ആ ഒരു വർക്കർക്ക് സാലറി കൊടുക്കാം എന്നുള്ളതൊക്കെ പറയുന്നത് ഇതിനകത്ത് വരുന്നതാണ്, അപ്രൈസൽ കോസ്റ്റിനകത്ത് വരുന്നതാണ്. നമ്മൾ കോസ്റ്റ് ആണ് പഠിക്കുന്നത്, അപ്പൊ ആ കോസ്റ്റിലേക്ക് കണക്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളെയും. ഓക്കെ, അപ്പം സ്ലൈഡിൽ മാറി വന്നാണ്. നെക്സ്റ്റ് വൺ, ഫെയിലിയർ കോസ്റ്റ്. നമ്മളവിടെ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ല തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് അവിടെ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് കാറ്റഗറി പറഞ്ഞിട്ടില്ല. എനിവേ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി കൂടെ അതിനകത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മളൊരു പുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഫെയിലിയർ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു പുവർ ക്വാളിറ്റി, ഇപ്പൊ നമുക്കൊരു ക്വാളിറ്റി കുറഞ്ഞ വസ്തു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും, കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരിക്കും അല്ലെ. കസ്റ്റമേഴ്സ് നമ്മൾ മീറ്റ് ചെയ്ത് അതിന്റെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, വസ്തു തന്നെ മാറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ക്വാളിറ്റി ഫെയിലിയർ കോസ്റ്റ് പറഞ്ഞില്ലേ, അതാണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി ഫെയിലിയർ കോസ്റ്റ്. അപ്പൊ ഈ ഫെയിലിയർ കോസ്റ്റിൽ ഏതൊക്കെയാണ് നമ്മൾ രണ്ട് ടൈപ്പ് പറഞ്ഞത്, എക്സ്റ്റേണൽ ഫെയിലിയർ ആവാം, ഇന്റേണൽ ഫെയിലിയർ ആവാം, പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതൊന്ന് നോക്കാം, ഫെയിലിയർ കോസ്റ്റ് എന്താണെന്നുള്ളത്. This is the cost that result from poor quality, such as cost of fixing bugs and the cost of dealing with the customer complaints. It is the cost resulting from product or services not conforming to the requirement or customer needs. Customers ഉദ്ദേശിച്ച ഒരു സാധനം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, അതിന് കംപ്ലൈന്റ് പറയും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഞങ്ങൾക്ക് അന്ന് പൈസ തിരിച്ചു തരണം എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ നമുക്കത് മാറ്റി തരണം എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു മെഷീനറി എന്തെങ്കിലും വാങ്ങിച്ചു നമുക്കത് കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളിപ്പോൾ മാനുഫാക്ചർ ആണ്, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ ഒരു കോസ്റ്റ് വരും, അതാണ് ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. So the company incurs this cost of poor quality every time to a defect comes. അല്ലെ, ആരും ഒരു കംപ്ലൈന്റ് വരികയാണ്, എന്ത് കേടാണെന്ന് പറഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഈ ഫെയിലിയർ കോസ്റ്റ് അവിടെ ഇൻകർ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഏതൊരു ഇതാണെന്നുണ്ടെങ്കിലും മെഷീനറീസ് ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ കമ്പനിക്ക് നഷ്ടമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടോ, നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതാണ്, അതിന്റെ കോസ്റ്റ് ഒക്കെ ഇൻകർ ചെയ്ത് വിറ്റ് കഴിഞ്ഞതാണ്, വീണ്ടും അതുമ്പോൾ കംപ്ലൈന്റ് വരിക എന്ന് പറയുന്നത് സ്ഥാപനത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു കോസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന് റിപ്പയർ ചെയ്യണം, ചിലപ്പോൾ അതിന്റെ പാർട്സ് ഒക്കെ മാറ്റി കൊടുക്കാനുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ പക്ഷെ ചിലപ്പം ചില കേസുകളിലൊക്കെ നമ്മൾ മെഷീനറീസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ആ ഒരു സൈറ്റിൽ പോയിട്ടായിരിക്കും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരിക.
അപ്പൊ അതിനുള്ള കോസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫെയിലിയർ കോസ്റ്റ് പറയുന്നത്. ഇനി ഫെയിലിയർ കോസ്റ്റിനെ തന്നെ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇന്റേണൽ ഫെയിലിയർ എന്നും എക്സ്റ്റേണൽ ഫെയിലിയർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, so external failure are the costs are associated with the quality problems that occur at the customer site. അല്ലെ, കസ്റ്റമേഴ്സ് വാങ്ങിക്കൊണ്ടതിന് ശേഷം അവിടെ വെച്ചിട്ട് അവർക്ക് അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ സംഭവിക്കുന്ന ഫെയിലിയർ ആണ് എക്സ്റ്റേണൽ ഫെയിലിയർ. സോ ദിസ് കോസ്റ്റ് ക്യാൻ ബി പെർട്ടിക്കുലർലി ഡാമേജിങ് ബിക്കോസ് കസ്റ്റമേഴ്സ് ഫെയ്ത്ത് ആൻഡ് ലോയൽറ്റി ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു റീഗെയിൻ. അല്ലേ, അതായത് ഈ എക്സ്റ്റേണൽ ഫെയിലിയർ വലിയൊരു പ്രശ്നമാണ് കേട്ടോ. കാരണം ഒരാൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പം ഒരാൾ വേണ്ട ജസ്റ്റ് ഒരു ബൈക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പൊ തന്നെ അയാൾക്ക് ആ ഒരു എക്സ്പെക്ടേഷന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വസ്തു, പക്ഷെ അത് ടെസ്റ്റ് ഡ്രൈവിൽ നോക്കുമ്പോൾ തന്നെ അത് അദ്ദേഹം ഉദ്ദേശിച്ചൊരു ഫലം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും ആ ഒരു കൺസേണിന്റെ ആ ഒരു കസ്റ്റമറിന്റെ ഫെയ്ത്ത് അല്ലെങ്കിൽ ആ വിശ്വാസം തന്നെ നഷ്ടപ്പെടും. അല്ലെ, ആ ഒരു കൺസേണിന്റെ ലോയൽറ്റീനെ അത് ബാധിക്കും. അതുപോലെ തന്നെ നമുക്കത് വീണ്ടും തിരിച്ചെടുക്കാൻ ആ ഒരു വിശ്വാസം അയാളെ പിന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മള് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഫേസ് ചെയ്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ഹോട്ടലിൽ ചെന്ന് കയറിയപ്പം അവരവിടെ പുറത്ത് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഇത്ര ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തുള്ള ആ ഒരു ബിഹേവിയർ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അവിടെ എന്തുണ്ടാവും, ആ ഒരു കൺസേൺ അത് ബാധിക്കും. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ നമ്മളവിടെ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫുഡൊന്നും കിട്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സർവീസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് അവിടെ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ടാവില്ല, അല്ലെ, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും അങ്ങോട്ടേക്ക് കയറാനുള്ള ചാൻസ്. അപ്പം ഈ എക്സ്റ്റേണൽ ഫെയിലിയർ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു കൺസേണിനെ തന്നെ അത് ബാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ തന്നെ അത് നന്നായിട്ട് ബാധിക്കും. മറ്റേത് എന്തായിരുന്നു, അത് ആ ഒരു വിത്തിൻ ദി ഓർഗനൈസേഷൻ ആണ്, അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതങ്ങനെ പുറത്തേക്ക് കസ്റ്റമേഴ്സ് അറിയൊന്നുമില്ല, അവരത് ഓൾറെഡി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. Okay, so next they include everything from customers complaints, product returns and repairs to warranty claims, etc. അപ്പം ഓൾറെഡി നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, അല്ലെ. എക്സ്റ്റേണൽ ഫെയിലിയർസ് ക്യാൻ സംടൈംസ് പുട്ട് എ കമ്പനി ഔട്ട് ഓഫ് ബിസിനസ് ഓൾമോസ്റ്റ് ഓവർനൈറ്റ്, അല്ലെ. ചില കേസുകളിൽ ഈ എക്സ്റ്റേണൽ ഫെയിലിയർ കാരണം കടനെ കമ്പനിയെ പൂട്ടി പോകേണ്ട അവസ്ഥ ഉണ്ടാവും. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഹോട്ടലുകളിലൊക്കെ പഴയ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചിലപ്പം ഫുഡ് ഇൻസ്പെക്ഷൻ ഒക്കെ വേണ്ടി വന്നിട്ട് പിന്നീട് ആ ഷോപ്പ് തുറക്കാൻ പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് അടഞ്ഞു കിടക്കുന്നൊക്കെ അവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ എക്സ്റ്റേണൽ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അതവിടെ കമ്പനിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ എത്രയും നേരത്തെ ഈ എക്സ്റ്റേണൽ ഫെയിലിയർ കണ്ടുപിടിക്കുന്നുവോ അത്രയും നല്ലതായിരിക്കും. അതായത് അത്രയും ചെലവ് കുറവായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എത്ര കണ്ട് നേരത്തെ അത് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു മെഷീനറി തന്നെ സെയിൽ ചെയ്തു 2 ദിവസം കൊണ്ട് തന്നെ അയാൾ അത് എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾക്ക് അത് 2 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നതിനേക്കാളും എക്സ്പെൻസ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിന്റെ വേറെ കുറെ പാർട്ടുകളൊക്കെ തേയ്മാനൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാളും നമുക്ക് ബെറ്റർ എന്താണ്, ഈ ഒരു എക്സ്റ്റേണൽ ഫെയിലിയർ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നതാണ് നമുക്ക് 2 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത്. ഇപ്പൊ നമ്മൾ 5 വർഷം വാറണ്ടി കൊടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, എന്താണ് 1 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നതിന് 2 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് 1 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നതാണ്. കേടുപാടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ ആ ഒരു എററുകളൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ നമ്മളിവിടെ അതിന്റെ ലോയൽറ്റീനെയൊക്കെ ബാധിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ദ ഡിഫക്ട്സ് ഡ്യൂറിംഗ് പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് ഈസ് കൺസിഡറബിളി ലെസ് എക്സ്പെൻസീവ് ദാൻ വെൻ ഡിഫക്ട്സ് ആർ ഫൗണ്ട് അറ്റ് ദി കസ്റ്റമേഴ്സ് സൈറ്റ്, അല്ലെ. അതുപോലെ തന്നെ നമുക്ക് അതിനെ വേറെ എങ്ങനെ പറയാം, നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തന്നെ അത് കാണുകയാണ്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മളത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്.
അല്ലെ? കൊടുത്തിട്ട് കാണുന്നതിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് അത് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ കാണുന്നതായിരിക്കും. അപ്പൊ എത്രയൊക്കെ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ലൈനാണോ ഏത് പോയിന്റ് ആണോ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ചിട്ട് എഴുതി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ഇന്റേണൽ ഫെയിലിയർ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്റേണൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ വിത്തിൻ ദി ഓർഗനൈസേഷന്റെ ഉള്ളിൽ അത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ഫെയിലിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് ഒന്ന് ഓവറാൾ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നിങ്ങൾക്ക് ചിലർക്കെല്ലാം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, ക്വാളിറ്റി ഫെയിലിയർ കോസ്റ്റ്, അത് നമ്മൾ പ്രിവെന്റീവ് കോസ്റ്റ്, പ്രൈസൽ കോസ്റ്റ് പറഞ്ഞു. എക്സ്റ്റേണൽ ഫെയിലിയർ, ഇന്റേണൽ ഫെയിലിയർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. വിത്തിൻ ദി ഓർഗനൈസേഷൻ നടക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഫെയിലിയർ ആണെന്ന് മാത്രം പറഞ്ഞു. നമ്മളിനി ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഒക്കെ വരുന്ന സമയത്തേക്ക് ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞാലും വല്ല ഡൗട്ട്സ് ഉണ്ടോ? എന്താ ഡൗട്ട് അല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ക്ലാസ് കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മളെ നെക്സ്റ്റ് നോക്കുന്നത് SQC ആണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും SQC? സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആണ് SQC. അപ്പം ഇതൊക്കെ ശരിക്കും SQC ഒന്നും ഇപ്പോ ഒരുപാട് പഴയ ഒരു ടെക്നിക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോ അത്ര തന്നെ, അത് ഒരുപാട് പഴയതാവും. നമ്മള് ഒരാൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാരണം അന്നൊന്നും അത്ര കസ്റ്റമേഴ്സിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. കാരണം എന്താ, പണ്ടൊന്നും ഒരുപാട് കച്ചവടക്കാരൊന്നും ഇല്ല. നമുക്കറിയാം, ഇപ്പം ഒരു TV ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു, അവരാണ് അതിന്റെ സെയിൽസ് ഒക്കെ നടത്തിയിരുന്നവര്. എന്ന പോലെ തന്നെ ഇപ്പൊ നമുക്ക് ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരുപാട് സെല്ലേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് പതുക്കെ ഒരുപാട് മാനുഫാക്ചേഴ്സ് ആയി, അല്ലെ? ഒരു ഇൻഡസ്ട്രി തന്നെ പല പല കമ്പനീസ് ആയി, പല പല ബ്രാൻഡുകളുടെ പേരിലൊക്കെ ആയി. അങ്ങനെ കുറേ അതിനകത്ത് വരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? ചൂസ് ചെയ്യും ഏതാണ് ബെറ്റർ, ഏതാണ്, അല്ലെങ്കിൽ ഒന്നൊന്നിനോട് നമ്മളത് കമ്പയർ ചെയ്തിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരെണ്ണം മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ആ ഒരു ഏരിയയിൽ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മാത്രം ഫുഡ് വാങ്ങിക്കും, അല്ലെ? നമ്മുടെ ഒരു ഏരിയയിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും, എന്നിട്ട് കമ്പയർ ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഓക്കെ. അതേ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ളത്. ഒരുപാട് ഇൻഡസ്ട്രീസ് അങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു. സോ അവിടെ കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. ആൾട്ടർനേറ്റീവ് നോക്കിയിട്ട് അവർക്ക് ബെസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അവിടെ ഇൻഡസ്ട്രീസ് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെ? നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വിറ്റാൽ മാത്രമേ ഉള്ളൂ കസ്റ്റമേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അപ്പൊ ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ക്വാളിറ്റി SQC ഒക്കെ ഒരു റീസെന്റ് ഒറിജിൻ ആയിട്ട് നമുക്ക് പറയാം. കുറെ പണ്ടൊന്നും ഇല്ല, എന്ന് പറയുമ്പോൾ 2000 വന്നോന്നല്ല കേട്ടോ. 1920s ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരാൻ തന്നെ, അല്ലെങ്കിൽ തുടങ്ങിയത് തന്നെ. മാത്രമല്ല നിങ്ങൾ സാമ്പിളിംഗ് തിയറി പഠിച്ചിട്ടുണ്ടാകും ചിലപ്പം. QTയിലൊക്കെ നമ്മളിങ്ങനെ സാമ്പിളിംഗ് ടെക്നിക്ക്, സാമ്പിളിംഗ് തിയറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാകും, അല്ലെ? എന്തായിരുന്നു സാമ്പിളിംഗ് തിയറിയിൽ പറയുന്നത്? എന്തായിരുന്നു സാമ്പിളിംഗ് തിയറിയിൽ പറയുന്നത്? ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ 50 പേരുണ്ട്, പക്ഷെ 50 പേർക്ക് പകരമായിട്ട് നമ്മൾ അതിൽ നിന്നൊരു 10ഓ 12ഓ അടങ്ങുന്ന ഒരു സാമ്പിൾ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ 10ഓ 12ഓ ആളുകളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ആയിരിക്കും ആ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുക, അല്ലെ? നമ്മള് ഒരു കമ്പനിയുടെ ബൾബുകൾ, ഒരു കമ്പനി ആയിരക്കണക്കിന് ബൾബുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആയിരക്കണക്കിന് ബൾബിൽ നിന്ന് 1ഓ 2ഓ അല്ലെങ്കിൽ 3ഓ 4ഓ ബൾബുകൾ എടുത്തിട്ട് അത് യൂസ് ചെയ്ത് നോക്കിയാൽ എന്താണോ അതിന്റെ ആ ഒരു ക്വാളിറ്റി,
അത് തന്നെയായിരിക്കും ആ ഒരു ഹോൾ കമ്പനിയുടെ ബൾബുകളുടെ ആ സെയിം കാറ്റഗറിയിലുള്ള ഹോൾ ബൾബുകളുടെയും ക്വാളിറ്റി അല്ലേ? അങ്ങനെ ഒരു തിയറി, അതായത് പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് സാമ്പിളിന് ഉണ്ടാവുക എന്നുള്ള ഒരു തിയറിയുടെ ഒരു പിൻഫലത്തോട് കൂടിയിട്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. ഓക്കെ, അപ്പം SQC ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അതൊക്കെ റീസെന്റ് ആയിട്ട്, ഇതൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാൻ മാത്രമേ ഉള്ളൂ. റീസെന്റ് ആയിട്ട് 1920s ഈ ഒരു കാര്യം തന്നെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു പിൻഫലമായിട്ട് കൊടുത്തത് സാമ്പിളിംഗ് തിയറിയാണ്. നമ്മളെല്ലാം എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ ചോക്കിന്റെ ബ്രേക്കബിലിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ ചോക്ക് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ആ ഒരു ബോക്സില് അല്ലെങ്കിൽ ആ ഒരു ബാച്ചില് 1 2 ചോക്കുകൾ എടുത്ത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിന്റെ എന്താണ് അതിന്റെ ക്വാളിറ്റി എങ്ങനെയാവും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് സാമ്പിളിംഗ് തിയറി. അപ്പം SQCയിൽ സാമ്പിളിംഗ് തിയറിക്ക് വലിയൊരു ഇതുണ്ട് അല്ലേ, ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് വരച്ചിട്ടൊക്കെ പറഞ്ഞു തന്നിരുന്നു അല്ലേ? നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതിനുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ നമുക്ക് അതിനെ വന്നേക്കാവുന്ന കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ നമുക്ക് ഈ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ പോസിബിൾ ആവുന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തത് അല്ലേ? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് പറയുമ്പോൾ എന്താണ്, മീൻ മീഡിയം മോഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഒരു ഇൻട്രൊഡക്ഷൻ തന്നു മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് പറയും. Number 1. Okay. 1. 2. 3. 4. 4. 5. 5. 2. 6. ശരി എന്നാ. 7. 7. 8. 9. 10. 11. 10. 11. 12. 12. 13. 14. 14. 15. 15. Number 16. എവിടെ പോയൊക്കെ? Number 17. 17. 18. 19. 20. 21. 22. 23. Okay. 24. 25. Okay. 26 there. 27. 28. 29. Okay. 30. 31. 32. 30. 30 get to 32. 32. Okay. 33. 33 Arafidana. 33. 34. 34 are absent. 35. 35. Okay. Absent is another vaikya. Number 13, number 16, number 20, 26, 34. 16 ഉണ്ട് സർ. 16 ഉണ്ട്. ഏതൊക്കെ ചായ കുടിക്കാൻ പോയോ? ഓക്കെ. ഇടക്കിടക്ക് മൈക്ക് പോകുന്നുണ്ട്, അതാണ്. അതെ. ഓക്കെ.
എനിവേ താങ്ക് യു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ എടുക്കുന്ന ഭാഗങ്ങള്. എന്നാല് ഇന്നലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ എക്സാം ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ഹെഡിങ് ആണോ അറിയേണ്ടത്, അതിന്റെ താഴെ നമുക്ക് എഴുതിയെടുക്കാൻ കഴിയും. ഓക്കെ, എനിവേ താങ്ക് യു.